ആ ഒരു ഹദീസ് ഒന്ന് ചർച്ച ചെയ്യുക നമ്മൾ. അതായത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹിബ്ബായിട്ട് മാറുന്നത് വരെ അവിടുത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ആകുന്നത് വരെ നമ്മൾ ആരും മുഅ്മിനീങ്ങളാകൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില ആൾക്കാരൊക്കെ നമുക്കൊന്നും വിവരമില്ലെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, സ്വലാത്ത് കുറേ ചൊല്ലിയ സാറേ എന്താണ് റസൂലുള്ളാഹിനെ കാണാത്തത്? അതിന് പല കാരണങ്ങളുണ്ടായിൽപ്പെട്ട ഒരു കാരണം അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ആ സ്വലാത്തില്ലേ, ഓൻ ഒഴിവുണ്ടായപ്പോൾ ചൊല്ലിയ സ്വലാത്താണ്, അവിടൊന്നും തങ്ങളെ കാണൂല. സ്വലാത്തെല്ലാം വേണ്ടി ഒഴിഞ്ഞിരിക്കണം. എങ്ങനെയത് പറയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ ആ മുഴുവൻ കാലവും ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. എന്നിട്ട് തിരിച്ചൊന്നൊരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ഒന്ന് കണ്ണടച്ചിരുന്നോ, അല്ലെങ്കിൽ പച്ചക്കൊബയിലേക്ക് നോക്കിയോ, അല്ലെങ്കിൽ ഹുജ്റത്തു ഷരീഫിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയോ, അല്ലെങ്കിൽ അവിടുത്തെ നേരത്തെ കണ്ടവരാണെങ്കിൽ കണ്ട രൂപം ഒന്ന് ചിന്തിച്ചിട്ടോ ഒന്ന് സ്വലാത്തല്ലാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ 24 മണിക്കൂറിൽ സമയമില്ല ഓന് റസൂലുള്ളാഹിനെ കാണുമ്പോഴത്രേ നടന്നുകൊള്ളണം എന്നില്ല. നമ്മൾ മഹബത്തുണ്ട് എന്ന് പറയുന്നത് ചിലതൊക്കെ കള്ളമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ 1-2 സൂചനകളാണ് പറയാൻ പോകുന്നത്. ഇപ്പം തഹജ്ജുദിൻ്റെ കാര്യം. തഹജ്ജുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇശാമാരുവിൻ്റെ ഇടയിൽ ഉറങ്ങാൻ നല്ല സമയമല്ല, അത് ഉറങ്ങിയെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഇശാ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റാലും അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. പക്ഷേ തഹജ്ജുദിൻ്റെ ഏറ്റവും അഫ്ളലായ സമയമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദ ലാസ്റ്റ് 1/3 ഓഫ് ദി നൈറ്റ്, രാത്രിയുടെ അവസാനത്തെ 1/3. ആ 1/3 പ്രത്യേകത എന്താണ്? അവിടെയാണ് റസൂലുള്ളാഹി